സ്വകാര്യ ബസ്സുടമകളുമായി ഗതാഗത മന്ത്രി ഇന്ന് ചർച്ച നടത്തും. ഈ മാസം 22 മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രി ചർച്ച നടത്തുന്നത്. വൈകിട്ട് 3:30 മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ചേംബറിലാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറാണ് ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ മാസം നടത്തിയ ഒരു പണിമുടക്ക് അതൊരു സൂചനാ പണിമുടക്കായിരുന്നു. ഇന്ന് വൈകിട്ട് എന്തായാലും ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തുകയാണല്ലോ. ഏത് രീതിയിലായിരിക്കാം ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുക? ക്രിസ്റ്റീന, ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ പുതുക്കുക, ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയത് പിൻവലിക്കുക തുടങ്ങിയവയാണ് പ്രൈവറ്റ് ബസ്സുകാരുടെ പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ 8-ാം തീയതി സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തിയത് നമുക്കറിയാം. പക്ഷേ തെക്കൻ കേരളത്തിൽ നിന്നും അത് വലിയ രീതിയിൽ വിജയം കൈക്കൊണ്ടില്ല എന്നുള്ളത് വേണം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. എന്തായാലും ഈ മാസം 22 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ മന്ത്രി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയും ഇന്ന് വൈകുന്നേരം 3:30 മന്ത്രി ഗണേഷ് കുമാറിന്റെ ചേംബറിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത്. 22 മുതലുള്ള അനിശ്ചിതകാല പണിമുടക്ക് ഒഴിവാക്കാനുള്ള ചർച്ചകൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ കൃത്യമായി നടക്കും. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അതിൽ ഏതെങ്കിലും 2എണ്ണമെങ്കിലും പരിഗണിച്ചില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ ബസ് ഉടമകൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 3:30 ഈ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത വകുപ്പ് മന്ത്രി ചർച്ച നടത്തും. കൃത്യന, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു റിനു ശ്രീധർ.